വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും സന്തോഷത്തോടെ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്വർഗം തുറന്നു നിൽക്കുന്നൊരു സമയമാണിത്. സ്വർഗം തുറന്നു നിന്നു കഴിഞ്ഞാൽ കേവലം സ്വർഗത്തിൽ നിന്നും ഉയരത്തിൽ നിന്നും ഒരു വെളിച്ചം മാത്രമല്ല നമ്മുടെ അരികിലേക്ക് വരിക. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ സ്വർഗീയ ജീവികൾ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. ദൈവം വരും, ദൈവത്തിൻ്റെ സേന വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം വരും, ചിലപ്പോൾ ദൈവത്തിൻ്റെ തീ വരും. അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെയുള്ളവനാക്കി മാറ്റണമോ അങ്ങനെയാക്കി മാറ്റാൻ സ്വർഗത്തിൽ നിന്നും അയക്കേണ്ടത് എന്തോ അതയക്കുന്ന സമയമാണ് ദൈവവചനം കേൾക്കുന്ന സമയം. ദൈവവചനം കേൾക്കുന്ന സമയം, അതായത് നിങ്ങൾ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെയും നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്ത് വളർത്തി ഈ നിലയിലാക്കി ഇന്ന് ഈ സന്ദേശം കേൾക്കത്തക്ക നിലയിൽ നിങ്ങളെ ദൈവമാക്കിയെടുത്തത് എന്തിന് എന്നുള്ളത് പരിശുദ്ധാത്മാവ് താങ്കളോട് അറിയിക്കാൻ പോവാണ്. എന്നെ എന്തിന് ഈ ഭൂമിയിൽ ജനിപ്പിച്ചു എന്ന ജീവിതത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. എന്നെ എന്തിനിങ്ങനെ തീറ്റുന്നു എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. എന്നെ അങ്ങോട്ട് എടുത്തൂടെ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ ദൈവം എന്തിന് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു എന്നുള്ളത് തമ്പുരാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. കമോൺ റസബ ഖലബ. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദിവസമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി അപ്പാ എന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ അടിയനിതാന്നൊന്ന് പറഞ്ഞേ. ഞാൻ തയ്യാറാണെന്നൊന്ന് പറഞ്ഞേ. കർത്താവേ, ഞങ്ങൾ തയ്യാറാണ്. In the name of Jesus Christ. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. 14-ഉം 15-ഉം കൂടെ നമുക്ക് പൂർത്തീകരണത്തിനായി വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന്, ആ വാക്കിന് ഒരടിവരയിടണം. നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. 2 കാര്യങ്ങൾ ദൈവം ഒരു വ്യക്തിയുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, ദൈവത്തിൻ്റെ വാഗ്ദത്തം. നമ്പർ 2, ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ എപ്പോൾ ഞാൻ അനുവദിക്കുന്നുവോ, അല്ലെങ്കിൽ ആ മഹത്വം എൻ്റെ മേൽ വരത്തക്ക നിലയിൽ എപ്പോൾ എന്നെ ഒരുക്കി വെക്കുന്നുവോ, ആ സെക്കൻഡ് മുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രവർത്തിച്ചു തുടങ്ങും. കാരണം വിളിക്കുന്ന ഒരുവന്റെ മേലല്ല മഹത്വം പകരുന്നത്,
വിളി കേട്ട് വിളിച്ച വിളിയിൽ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് ദൈവം മഹത്വം പകർന്ന് മഹത്വപ്പെടുത്തുന്നത്. പൗലോസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ. ആരെയാണ് ദൈവം വിളിക്കുന്നത്? ദൈവത്തിന് പ്രിയം എന്ന് തോന്നിയവരെയാണ് ദൈവം വിളിക്കുന്നത്. ആരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്? ദൈവത്തിന് പ്രിയം എന്ന് തോന്നിയവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ആരാണ് ദൈവത്തിന്റെ പ്രിയർ? മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവർ, അറയ്ക്കപ്പെട്ടവർ, മനുഷ്യരാൽ തരം താഴ്ത്തപ്പെട്ടവർ, ലോകത്തിന് വിലയില്ലാത്തവർ, ആരും ശരണപ്പെടാനില്ലാത്തവർ, ഒറ്റപ്പെട്ടവർ, മനം തകർന്നവർ, രോഗം ബാധിച്ചവർ, അശരണർ, അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, ഇവരെല്ലാം ദൈവത്തിന്റെ പ്രിയരാണ്. ഒരിക്കലും ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് അയക്കുന്നത് രോഗിയാകാനല്ല, ഒറ്റപ്പെടാനല്ല, പരിഹസിക്കപ്പെടാനല്ല. പക്ഷെ ഈ ലോകത്തിൽ വരുമ്പോൾ അവനെ ആ തരത്തിലൊക്കെ ആക്കി കൂട്ടിവെക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം അവനെ ആ നിലയിലെല്ലാം ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഞെരുക്കത്തിന്റെ ഇടയിൽ ഒരു വിളി നമ്മുടെ മേൽ വന്നു വീണു. എപ്പോഴോ ഒരിക്കൽ ആ ഞെരുക്കത്തിന്റെ ഇടയിൽ ഒരു വിളി നിന്റെ ശിരസിൽ വന്ന് വീണു. എവിടെയൊക്കെയോ ഞെരുങ്ങിക്കൂടി ഒതുങ്ങിക്കൂടി ഇരുന്ന നമ്മുടെയൊക്കെ മേൽ എപ്പോഴോ ആ വിളി നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വന്നു വീണു. ആ വീണ സമയം മുതൽ ദൈവത്തിന്റെ മഹത്വം രക്ഷിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ. ബൈബിൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തതുകൊണ്ട്, ഓൾമൈറ്റി ഫാദർ, തെരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. എന്താണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, രക്ഷയ്ക്കായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ദൈവം ഒരു വ്യക്തിയെ വിളിച്ച വിളി അത് രക്ഷയ്ക്കുള്ളൊരു വിളിയാണ്. ദൈവം ഒരു വ്യക്തി ഈ തെരഞ്ഞെടുക്കണമെങ്കിൽ എന്തു വേണം? ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ പറ്റുമോ? എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു വ്യക്തിയെ നോക്കി തെരഞ്ഞെടുക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നോക്കി തെരഞ്ഞെടുപ്പല്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നോക്കി വേർതിരിക്കലാണ്. ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ വേർതിരിക്കാൻ എന്തോ വേണം? ദൈവത്തിന്റെ വചനവും കരവും വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനവും കരവും വേണം. ദൈവത്തിന്റെ വചനവും കരവും മാത്രമാണ് ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിക്കുന്നത്. കാരണം അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ, അങ്ങനെ പറയാം, ദൈവത്തിന്റെ ദാസന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച വേലയ്ക്ക് വേർതിരിപ്പീൻ എന്നൊരു ശബ്ദം അപ്പോസ്തല പ്രവൃത്തികളിൽ ഉണ്ടായി. വേർതിരിപ്പീൻ. ഈ വേർതിരിപ്പീൻ എന്ന് പറഞ്ഞ വിളിക്ക് ശേഷം പിന്നെ ഈ കൂട്ടത്തിൽ ഒരു വ്യക്തി എണ്ണുന്ന പോലെ അവരെ എണ്ണാനൊക്കത്തില്ല. ഹല്ലേലൂയ. സ്തെഫാനോസിന്റെ മേൽ കിച്ചണിൽ നിന്ന സമയത്തും ഒരു വിളി ഇതുപോലെ വീണു, ഒരു ചീട്ട് വീണു. പിന്നെ പുള്ളിയെ സ്തെഫാനോസിനെ കിച്ചണിൽ കണ്ടില്ല. കാരണം വേർതിരിക്കുന്ന ഒരു വിളി അവന്റെ മേൽ വീണു. ഒരു മനുഷ്യന്റെ വാക്കിലൂടെയും പ്രവചന ശബ്ദത്തിലൂടെയും ആയിരിക്കാം നിങ്ങളോടുള്ള ദൈവിക ആലോചന കേൾക്കുന്നത്. ആ മനുഷ്യൻ ശബ്ദരൂപത്തിൽ നിങ്ങളെ അറിയിച്ചാലും വേർതിരിക്കുന്ന കരം നീളുന്നത് ഉയരത്തിൽ നിന്നാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, കിച്ചണിൽ നിൽക്കുന്ന നീ ഇനി സ്റ്റേജിൽ നിൽക്കാൻ തമ്പുരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നിന്നെ മാറ്റി നിർത്തുന്ന ഒരു കരം സ്വർഗം നീട്ടുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വീട്ടിലിരിക്കുന്ന നിങ്ങളെ ദൈവം കണ്ട വാഗ്ദത്തത്തിന്റെ സ്ഥാനത്തേക്ക് ഇരുത്താൻ തമ്പുരാൻ ഒരു വ്യക്തിയിലൂടെ സംസാരിച്ചാൽ ആ വ്യക്തി വാക്കുകൊണ്ട് പറയുന്നത് തമ്പുരാൻ ആ കരം കൊണ്ട് ചെയ്യാൻ അധിക താമസമൊന്നുമില്ല.
സ്റ്റെഫാനോസിന്റെ കാര്യം ഞാൻ ഈ കിച്ചൺ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞേ. പുള്ളി പിന്നെ കിച്ചണിൽ കണ്ടു എന്ന് ബൈബിൾ പറയുന്നില്ല, പിന്നെ പഴയ പണിക്ക് പോയി എന്ന് ബൈബിൾ പറയുന്നില്ല. പൗലോസിന്റെ കാര്യം അങ്ങനെ തന്നെ. വേർതിരിച്ച സമയം പിന്നെ അദ്ദേഹത്തെ പഴയ രീതിയിൽ കണ്ടു എന്ന് പറയുന്നില്ല. ദൈവം തെരഞ്ഞെടുക്കുന്നത് പർപ്പസിന് വേണ്ടിയിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ എന്നെ കാണുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ തുറന്ന് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്, കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തത് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പർപ്പസിന് വേണ്ടിയിട്ടാണ്. പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ പർപ്പസ് ഇന്ന് ആരുടെയൊക്കെയോ മേൽ സ്വർഗം നിഴലിടാൻ പോവുകയാണ്. ആ പർപ്പസ് ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ സാധ്യമാകാൻ പോവുകയാണ്. ആ പർപ്പസിന് വേണ്ടി നിങ്ങളെ വിളിച്ചിട്ടും ആ പർപ്പസിന് വേണ്ടി ചുവടുവെക്കാൻ നിങ്ങൾ മനസ്സൊരുക്കമുള്ളവരായിരുന്നിട്ടും നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്ന ചിലതിന്റെ മേൽ സ്വർഗീയ കരം ഇന്ന് വീഴുകയാണ്. നിങ്ങളെ ആ പർപ്പസിലേക്ക് ദൈവം തള്ളിവിടുന്നു. ആ പർപ്പസിലേക്ക് ദൈവം നിങ്ങളെ തള്ളിവിടും. ആ പർപ്പസിലേക്ക് ദൈവം നിങ്ങളെ തള്ളിവിടും. എന്തിനാണ് കർത്താവ് തിരഞ്ഞെടുത്തത്? പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ പർപ്പസിൽ ഒന്നാണ് രക്ഷിക്കപ്പെടുക. പല വിശ്വാസത്തിനകത്തായിരുന്ന നിങ്ങളെ തമ്പുരാൻ ഇതുപോലെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തുവെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന ഉദ്ദേശം നിങ്ങളെ ദൈവത്തിനു വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആരൊക്കെയോ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചിലർ എന്നെ കാണുന്നുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ചില വ്യക്തികൾ എന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഒരുപക്ഷെ ദൈവം നിങ്ങളോട് അറിയിച്ച ആലോചനയായിരിക്കാം, നീ എനിക്കുള്ളവൻ, നീ എനിക്കുള്ളവൾ. പക്ഷെ ആ പർപ്പസിലേക്ക് നിങ്ങൾ സമർപ്പിച്ചിട്ടും നിങ്ങൾക്ക് കയറി വരാൻ കഴിയാത്ത നിലകളിൽ പുറകിലേക്ക് വലിക്കുന്നത് എന്തോ അതിൻ്റെ മേൽ എടുത്തു എന്ന് പറയുക എന്ന് പറഞ്ഞവന്റെ കരം ആ തടസ്സത്തിന്റെ മേൽ ഇന്ന് വരട്ടെ. നിങ്ങളെ ദൈവം ആ പർപ്പസിലേക്ക് തള്ളിവിടട്ടെ. The name of Jesus Christ. Selita Oligas Bataraba. രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു. വചനം പറയുന്നു 14ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. ടു ദിസ് he called you through our gospel so that you may obtain the glory of our Lord Jesus Christ. You may obtain the glory. You may obtain the glory. ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാൻ. നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ എന്തിനു വേണ്ടി ചർച്ചിൽ പോകുന്നു? നിങ്ങൾ എന്തിനു വേണ്ടി ബൈബിൾ നോക്കുന്നു? നിങ്ങൾ എന്തിനു വേണ്ടി ഒരു ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു? എല്ലാത്തിനും നിങ്ങൾക്കൊരു കാരണമുണ്ട്. പക്ഷേ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് പൗലോസ് തെസ്സലോനിക്കരോട് പറഞ്ഞതുപോലെ, പൗലോസ് തെസ്സലോനിക്കർക്ക് ഓപ്പൺ ചെയ്തു കൊടുത്തതുപോലെ പൗലോസ് തെസ്സലോനിക്കരോട് റിവീൽ ചെയ്തതുപോലെ ഓപ്പണായി പറയാൻ പറ്റും. എൻ്റെ വചനത്തിലേക്കുള്ള നോട്ടവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ മുട്ടിന്മേലുള്ള ഇരിപ്പും എൻ്റെ ഉപവാസവും എൻ്റെ ആരാധനയും എൻ്റെ പ്രൈസലോടും എല്ലാം ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാൻ. To may obtain the glory of the Lord Jesus Christ. ആമേൻ. സുവിശേഷം കേട്ടപ്പോ അവർക്കില്ലാത്ത ഒരു റെവലേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഓ മൈറ്റി ഫാദർ, ഞാൻ കർത്താവിന്റെ അസാധാരണമായ ഒരു സാന്നിധ്യം അനുഭവിക്കുന്നു ഇതിനകത്ത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, എനിക്ക് നിങ്ങൾക്കത് തന്നേ പറ്റത്തുള്ളൂ. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സുവിശേഷം കേട്ടപ്പോ ഇവർക്ക് മനസ്സിലാകാത്തത്, സുവിശേഷ ഘോഷണത്തിൽ ഇവർക്ക് വെളിപ്പെട്ട് കിട്ടാത്തത്, സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് തിരിഞ്ഞു വരാത്തത്, സുവിശേഷം വായിച്ച് കേട്ടപ്പോൾ ഇവർക്ക് തോന്നാത്തത്, ഇവരുടെ ഐഡിയോളജിയിൽ ഒന്നും ഇല്ലാതിരുന്നത്, ദൈവാത്മ പ്രേരിതമായി അപ്പോസ്തോലൻ ജനത്തിന്റെ മുമ്പിൽ
തുറന്നു കൊടുക്കുകയാണ്. ഞങ്ങൾ സുവിശേഷം ഘോഷിച്ചത് കേവലം കൂനിയെ നീ സൗഖ്യമാകാൻ മാത്രമല്ല, കുഷ്ഠരോഗിയെ കേവലം കൂനിയെ നീ നിവരാൻ മാത്രമല്ല, കുഷ്ഠരോഗിയെ നിന്റെ കുഷ്ഠൻ മാറാൻ മാത്രമല്ല, അമേൻ അമേൻ അമേൻ, കണ്ണിന് കുരുട് ബാധിച്ചവനെ നീ കാഴ്ച പ്രാപിക്കാൻ മാത്രമല്ല, ഈ സൗഖ്യമെല്ലാം പ്രാപിക്കുന്നതിന്റെ കൂട്ടത്തിൽ യു മേ obtain the glory of our Lord Jesus Christ. ദൈവം ഒരു വ്യക്തിയുടെ മേൽ സൗഖ്യം പകരുന്നത്, ദൈവം ഒരു വ്യക്തിയെ തൊടുന്നത്, ദൈവം ഒരു വ്യക്തിയെ സമീപിക്കുന്നത്, കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എൻ്റർ ആകുന്നത്, ദൈവം വചനം കൊണ്ട് ഒരു വ്യക്തിയെ തൊടുന്നത്, ദൈവം പാട്ടുകളിലൂടെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെ ദൈവം ചില ആലോചനകളെ കൈമാറുന്നത്, ദൈവം പ്രാർത്ഥനയിൽ തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, കേവലം പ്രൈസ് ദി ലോർഡ് കർത്താവേ എൻ്റെ വിഷയത്തിന് മറുപടിയായി എന്ന് പറഞ്ഞ് ആമേൻ പറയാനും സ്തോത്രം ചെയ്യാനും മാത്രമല്ല, ബിക്കോസ് കാരണം അത് കൂടാതെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യു മേ obtain the glory of our Lord Jesus Christ. യേശുവിന്റെ നാമത്തിൽ ഞാൻ താങ്കളോട് പ്രവചിച്ചു പറയുന്നു, ദൈവം നാളിതുവരെയും നിങ്ങളെ സുവിശേഷ ഘോഷണം കൊണ്ട് നിറച്ചത്, നിങ്ങളുടെ ചിന്തകളെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചത്, നിങ്ങളുടെ ഉള്ളത്തെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറച്ചത്, പല മീറ്റിങ്ങുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം പകർന്നത് എന്തിന്? ഞാൻ നിന്നെ കാണുന്നു, നീ എൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ കേൾക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, യു മേ obtain the glory of the Lord. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുക. In the name of Jesus. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുക, ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുക. ദേണ്ടടാ, പുതിയ ഒരു സുവിശേഷമല്ല, പുതിയ ഒരു ആലോചന, പുതിയൊരു റെവലേഷൻ ആണ് പൗലോസ് തുറന്നു കൊടുക്കുന്നത്. സുവിശേഷം കേൾക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ മഹത്വത്തെ പകരും. ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ദൈവത്തിന്റെ കൃപയും ശക്തിയും സ്വീകരിക്കാൻ സുവിശേഷം കേൾക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം പകരും. നിങ്ങൾക്ക് എന്താണെന്നറിയാമോ കത്തല് വരാത്തെ? മഹത്വം എന്താന്ന് ശരിക്കും അറിയാത്തോണ്ടാ. മഹത്വം എന്തുവാന്ന് ശരിക്കും അറിയാത്തോണ്ടാ. മഹത്വം മഹത്വം മഹത്വം, നമ്മൾ ദൈവമേ നിനക്ക് മഹത്വം, ദൈവമേ നിനക്ക് മഹത്വം, ദൈവം. ആ മഹത്വം അല്ല ഈ മഹത്വം. ദൈവത്തിന്റെ മഹത്വം ശരിക്ക് കണ്ടേക്കുന്ന സ്ഥലം എവിടാന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലാ. പഴയ നിയമത്തിൽ ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങിയ പുരോഹിതന്മാരൊക്കെ ആമേൻ ആ സാന്നിധ്യം, ആ ഇസ്രായേൽ മക്കളൊക്കെ ദൂരെ നിന്നിട്ട് കണ്ടു ആ മഹത്വം ഇറങ്ങുന്നത്. അവിടെ കൊണ്ടും തീർന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പഴയ നിയമത്തിൽ കാണിച്ച മഹത്വം കൊണ്ടും തീർന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബൈബിളും പറയുന്നില്ല അവിടെ കൊണ്ട് തീരുന്നതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന്. നിനക്ക് വഹിക്കാൻ മനസ്സുള്ള നിലയിൽ, കഴിവുള്ള നിലയിൽ താങ്കളുടെയും എൻ്റെയും മേൽ പകരുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ മഹത്വം പകർന്നാൽ ഞാൻ അത് ടേക്ക് കെയർ ചെയ്യുമെന്ന് ദൈവത്തിന് തോന്നിയാൽ പകരും. എൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം പകർന്നാൽ ഞാൻ അതിനെ കാത്തു സൂക്ഷിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ പകരും. എൻ്റെ മകൾക്ക് 1 വയസ്സിൽ ഞാൻ ടോയ് മേടിച്ചു, 2 വയസ്സിൽ ഞാൻ ടോയ് മേടിച്ചു. എൻ്റെ ബുദ്ധിമോശത്തിന് 1 വയസ്സിൽ ഞാൻ അവൾക്ക് 2000 രൂപ വിലയുള്ള നിലത്ത് വീണ പൊട്ടിപ്പോകുന്ന ഒരു ടോയ് മേടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. എത്ര രൂപയാ? 2000 രൂപ. എത്ര വയസ്സാ? 1 വയസ്സ്. വീട്ടിൽ കൊണ്ടുവന്നു, അവളുടെ കയ്യിൽ കൊടുത്തു. ഞാൻ 1 കപ്പ് കാപ്പി കുടിക്കുന്ന സമയം കൊണ്ട് ചില്ലുടയുന്നത് പോലൊരു ശബ്ദം ഞാൻ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ 2000 രൂപ 2000 കഷ്ണമായിട്ട് കിടക്കുന്നു. ഞാൻ അവളെ തൂക്കി വാരിയിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. 1 വയസ്സുകാരി അടിച്ചിട്ട് എന്തുവാ കാര്യം? പക്ഷേ അവിടെ നിന്ന് ഞാൻ ഒരു പാഠം പഠിക്കും. 1 വയസ്സുകാരിയുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് നീ പൊട്ടാത്ത ടോയ് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നീ ഇത്രയും വിലയുള്ള ടോയ് മേടിച്ചു കൊടുക്കരുത്. കാര്യം എന്താ? 1 വയസ്സുകാരിക്ക് ആ 2000 രൂപയുടെ വില അറിയത്തില്ല. അപ്പൻ എത്ര രൂപ കൊടുത്ത് ആ ടോയ് മേടിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ എന്തോ ചെയ്യും? അവൾക്ക് മിനിമം ഞാനൊരു 6 വയസ്സ്, 5 വയസ്സ്, അല്ലെങ്കിൽ ഒരു 4 വയസ്സ് പോട്ടെ, ആ സമയമാകുമ്പോൾ
ഒരുപക്ഷെ ഞാൻ ആ 2000 രൂപയുടെ ടോയ് മേടിച്ചു കൊടുത്തു എന്ന് വരും. എന്നിട്ടോ അതിന് മുന്നേ ഉള്ള വയസ്സിലൊക്കെ 20 രൂപയോ 30 രൂപയോ 50 രൂപയോ പരമാവധി 100 രൂപയ്ക്കുള്ള ടോയ് മേടിച്ചു കൊടുത്ത് ഞാൻ അഡ്ജസ്റ്റ്. കാര്യം എന്താണെന്നറിയാവോ? എന്താ കാര്യം? ആ വയസ്സിൽ ആ മൂല്യമുള്ള ടോയ് കെയർ ചെയ്യാൻ, അതിനെ സൂക്ഷിക്കാനുള്ള പക്വത അവൾക്കില്ല. ദൈവത്തിൻ്റെ മഹത്വവും ആത്മീയ ജീവിതത്തിൽ ആദ്യമായി കയറി വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കരമായ അളവിൽ പകരുകയില്ല. കാരണം അത് സൂക്ഷിക്കാൻ തക്കവണ്ണമുള്ള കേപ്പബിലിറ്റി എനിക്ക് ഉണ്ട് എന്ന് തമ്പുരാന് തോന്നുന്ന പക്ഷം അത് പകരും. തമ്പുരാനോട് നിങ്ങളൊന്ന് പറയണം, അല്ല നമുക്ക് ഒരുമിച്ച് പറയാം, അപ്പാ നീ എൻ്റെ മേൽ പകരുന്നതിനെ കെയർ ചെയ്യാനുള്ള ഒരു അനോയിന്റിങ് എനിക്ക് വേണം. ഒരു ദൈവശബ്ദം, ഒരു ദൂത്, ഒരു പ്രവചന ശബ്ദം എന്നെ ഏൽപ്പിച്ചാൽ അത് കെയർ ചെയ്യാൻ കഴിയുന്ന ഒരു കൃപ. കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈ ലെയർ പോലെ എന്നുവെച്ചാൽ 1 2 നിങ്ങൾ ഈ മഞ്ച് കണ്ടിട്ടില്ലേ? മഞ്ച് മിഠായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ലെയർ ആയിട്ടിരിക്കും. അതൊരു ബ്രിക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ മേളിൽ ആദ്യം ചോക്ലേറ്റ്, നാവിക്കൂടെ കപ്പൽ ഓടരുത്, ആദ്യം ചോക്ലേറ്റ്, പിന്നെ അതിൻ്റെ ആ ഒരു ബിസ്ക്കറ്റ്, പിന്നെ ചോക്ലേറ്റ്, പിന്നെ ബിസ്ക്കറ്റ്. അതിൻ്റെ ഇടയ്ക്കുള്ള ചോക്ലേറ്റാണ് ആ ബിസ്ക്കറ്റിനൂടെ ടേസ്റ്റ് കൊടുക്കുന്നത്. ആ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ അത് വെറും കരിമരാന്നിരിക്കുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ. അതുപോലെ തമ്പുരാൻ ചിലരുടെ മേൽ ഇത് പകരാൻ പോവുക. താങ്കൾ എന്ന വ്യക്തി ദൈവത്തിൻ്റെ അഭിഷേകം, നിങ്ങളുടെ പ്രാണൻ ദൈവത്തിൻ്റെ അഭിഷേകം, നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെ അഭിഷേകം. നീ ബ്യൂട്ടിഫുള്ളായി മാറും. നിന്റെ ലൈഫ് ബ്യൂട്ടിഫുള്ളായി മാറും. നമ്മുടെ ജീവിതം അത്ഭുതമുള്ളതായി മാറും. ആമേൻ. പൗലോസിന്റെ തലമുടിക്ക് നീളം കൂടിയിട്ടോ കുറച്ചിട്ടോ, പൗലോസ് താടി വളർത്തിയിട്ടോ താടി എടുത്തിട്ടോ ഒന്നും അല്ല ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത്. അത് സൂക്ഷിക്കാനുള്ള കേപ്പബിലിറ്റി. പത്രോസിന്റെ ജീവിതത്തിൽ ആളൊരു എടുത്തിയാട്ടക്കാരനും പിന്മാറ്റക്കാരനും കർത്താവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയൊക്കെ തന്നെ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ മഹത്വം വേറെ ലെവലിലാകാനുള്ള കാരണം പുള്ളി ഫോറിനിൽ ചെന്ന് താടി വെച്ചിട്ട് വന്നിട്ടല്ല. പിന്നെയോ അതാ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചതിനെ സൂക്ഷിക്കാം എന്നൊരു തീരുമാനം. അതുകൊണ്ടാണ് ആള് വാ തുറക്കാതിരുന്നിട്ടും ആളുടെ നിഴല് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആള് വാ പ്രസംഗിക്കാതിരുന്നിട്ടും ജനം കൂട്ടത്തോടെ, പ്രസംഗം കഴിഞ്ഞിട്ടും ജനം കൂട്ടത്തോടെ 3000, 5000, 10000 സ്നാനമേറ്റുകൊണ്ടിരുന്നത്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയുക, മഹത്വം താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഗ്ലോറി താങ്കളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന് വീട്ടിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന പോലെ ഒന്നും പ്രസംഗിക്കേണ്ടി വരത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നിഴല് സംസാരിക്കും. In the name of Jesus Christ. പുള്ളിക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ പോലും പത്രോസ് നടന്നു പോകുമ്പോൾ നിഴൽ ആ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. ഓ ജീസസ് നെയിം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചില വ്യക്തികളെ പ്രസംഗം തന്നെ പ്രസംഗം, വീടിനകത്ത് പ്രസംഗം. ഡോണ്ട് പ്രീച്ച് ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കരുത്. മഹത്വത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. വീട്ടിൽ വിശ്വാസമില്ലാത്തവരോട്, മെനയ്ക്ക് ജീവിക്കാത്തവരോട്, കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാത്തവരോട്, ദൈവത്തെ വിളിക്കാത്തവരോട്, ചർച്ചയിൽ വരാത്തവരോട് പ്രസംഗിക്കരുത്. മഹത്വത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. ദൈവത്തിന്റെ മഹത്വത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ എനിമീസിനോട് നിങ്ങൾ വാദിക്കാൻ നിൽക്കരുത്. മഹത്വത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക.
മഹത്വത്തെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ സുവിശേഷ ഘോഷണം നടത്താൻ ഒരു സമയം, അല്ലേ? എന്നും പൗലോസ് രാവിലെ എഴുന്നേറ്റ് സുവിശേഷം സുവിച്ച് ഗോസ്പൽ 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 ചെയ്തോണ്ടിരുന്നോ? അതാ പറഞ്ഞ ഞങ്ങളുടെ എന്ത് ചെയ്ത് തെസലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു. നമ്പർ 1, ദൈവത്തിന്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞു, തെരഞ്ഞെടുത്തു. രണ്ടാമത് ദൈവം തെരഞ്ഞെടുത്തു. രണ്ടാമത് പൗലോസിന്റെയും പത്രോസിന്റെയും എല്ലാവരുടെയും സുവിശേഷ ഘോഷണവും വെളിപ്പെട്ടു. ശ്രദ്ധിക്കണേ, സുവിശേഷ ഘോഷണവും വെളിപ്പെട്ടു. എന്നും സുവിശേഷം കേൾക്കണോ? എന്നും പ്രസംഗം കേൾക്കണോ? എന്നും പൗലോസും പത്രോസും വന്ന് പ്രസംഗിക്കണോ? എന്നും പ്രവചനം കേൾക്കണോ? അതിനും അവിടെ ഒരു പീരീഡ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. എല്ലാത്തിനും ടൈം പീരീഡ് ഉണ്ട്, എല്ലാത്തിനും ടൈമുണ്ട്. എല്ലാ കാലവും പ്രവചനം കേട്ട് 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 കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച കാലം തീർന്നു പോകും. എന്നും സുവിശേഷ ഘോഷണം കേട്ട് 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 കേട്ടിരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മുടെ കാലം തീർന്നു പോകും. പക്ഷേ ചില കാലങ്ങൾ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ഇവരെ വിട്ടുകൊടുത്തത് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനായിരുന്നു. തമ്പുരാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ 20 വർഷമായി ദൈവവചനം കേൾക്കാൻ തുടങ്ങി, 10 വർഷമായി, 5 വർഷമായി, 15 വർഷമായി, 2 വർഷമായി, നിങ്ങൾ ഇത്രയും കാലം കേട്ടതിൽ നിന്ന് എന്തോരം ദൈവത്തിൽ നിന്ന് മഹത്വം പ്രാപിച്ചു? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ചോദിക്കുമെന്ന് കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അധികം കേട്ടവനോട് അധികം ചോദിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അധികം കേട്ടവനോട് അധികം ചോദിക്കും. ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ, may obtain the glory of the Lord. അടുത്ത ദൂത് ഞാൻ പറയുകയാണ്, ഒരു സുവിശേഷ പ്രസംഗങ്ങളും ദൈവത്തിന്റെ ഗ്ലോറി പകരാതിരിക്കുന്നില്ല എന്നൊരു ദൂതും കൂടെ ഇതിനകത്തുണ്ട്. ഒരു മെസ്സേജിനകത്തും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ തടസ്സമില്ല. ഒരു ചെറിയ സന്ദേശമെങ്കിലും, അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുന്ന 1 മിനിറ്റ് 60 സെക്കൻഡുള്ള വീഡിയോയ്ക്കകത്തെങ്കിലും, നീണ്ട മണിക്കൂറുകളുള്ള പ്രസംഗങ്ങൾക്കകത്തെങ്കിലും നിങ്ങളുടെ മേൽ പകരാനുള്ള ദൈവത്തിന്റെ മഹത്വം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കടന്നു പോകരുത് എന്ന് നിർബന്ധമുള്ളവർ മാത്രം കരങ്ങൾ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി ആ മഹത്വത്തെ സ്വീകരിച്ചാട്ടെ. മഹത്വം പകരും. സുവിശേഷ ഘോഷണത്തിൽ മഹത്വം പകരും. ആരുടെ മേലാണ് മഹത്വം പകരുന്നത്? ഒന്ന്, രക്ഷിക്കപ്പെട്ടവന്റെ മേലാണ് മഹത്വം പകരുന്നത്. നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണ്. മറ്റാരുടെ മേലാണ് മഹത്വം പകരുന്നത്? അത് കാത്തു സൂക്ഷിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളവന്റെ മേലാണ് ദൈവം ആ മഹത്വം പകരുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. 1 Corinthians chapter 1 verse 28. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനമായതിനെ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നിങ്ങളോ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ഈ തെരഞ്ഞെടുത്ത വ്യക്തി പിന്നെ ആരുടെ വകയാന്നറിയാവോ? യേശുക്രിസ്തുവിന്റെ വകയാ. തെരഞ്ഞെടുത്ത വ്യക്തി പിന്നെ യേശുക്രിസ്തുവിന്റെ വകയാ.
ഇന്ന് ആ വീട്ടിൽ ദൈവം, നിങ്ങളിന്ന് ചർച്ചയിൽ പോകുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. തെരഞ്ഞെടുപ്പ് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിക്കല്ല തെരഞ്ഞെടുപ്പ്. ആരും തെരഞ്ഞെടുക്കാനില്ലാത്ത, കുലഹീനമായ, ബലഹീനമായ, ആരും തിരിഞ്ഞു നോക്കാത്ത, ആരും വില വെക്കാത്ത നിങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ്. ഏതെങ്കിലും ഒരു ജ്ഞാനിയെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ഏതെങ്കിലും കഴിവുള്ളൊരു വ്യക്തിയെ തെരഞ്ഞെടുത്തു എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ഏതെങ്കിലും സൗന്ദര്യമുള്ളവനെ നോക്കി ദൈവം തെരഞ്ഞെടുത്തു എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ദൈവം തെരഞ്ഞെടുത്തവന് സൗന്ദര്യം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ സൗന്ദര്യം ഉള്ളവനെ നോക്കി ദൈവം തെരഞ്ഞെടുത്തില്ല. ഏതെങ്കിലും വിദ്യാസമ്പന്നനെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? എന്നാൽ ദൈവം തെരഞ്ഞെടുത്തിട്ട് മഹാജ്ഞാനമുള്ളവനായവരുണ്ടെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് ആ തെരഞ്ഞെടുപ്പ് താങ്കളുടെ മേൽ വന്നതിൻ്റെ കാരണം, ഇന്ന് നിങ്ങൾക്കില്ലാത്തതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് പരിഹസിച്ചവരുടെ മുമ്പിൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്ന താങ്കൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ളൊരു വചനമാണത്. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതിനെ തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് ഉള്ളതിനെ ഇല്ലാതാക്കാനുള്ള ഒരധികാരം പകരും. ഉള്ളതിനെ ഇല്ലാതാക്കാനുള്ളൊരധികാരം പകരും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താനും ഉള്ള ഒരധികാരം പകരും. എപ്പോഴാണ് ഈ അധികാരം വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മഹത്വം എൻ്റെ മേൽ ഇറങ്ങി വസിക്കുമ്പോഴാണ്. മഹത്വം എൻ്റെ മേൽ ഇറങ്ങി വസിക്കുമ്പോഴാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ മിനിസ്റ്റർ ചെയ്യാൻ അവരുടെ മേൽ കോളിംഗ് വന്നു. അവർ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി കുറേ പേരെയൊക്കെ സൗഖ്യമാക്കി. പക്ഷേ പിതാവ് കൊണ്ട് ഒരു അപ്പൻ കൊണ്ടുവന്ന ഒരു മകനെ സൗഖ്യമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ അനേകർ വിടുവിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കുറേ പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാ. പക്ഷേ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മറുപടി വെളിപ്പെട്ട് വന്നിട്ടുണ്ടാകത്തില്ല ഇതുവരെ. കാര്യവും കാരണവും മറ്റൊന്നുമല്ല, അടുത്ത ഒരു വേർഷൻ നമുക്ക് പ്രാപിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് കൂടാതെ അതിൻ്റെ അടുത്തൊരു അപ്ഡേഷൻ പ്രാപിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. കാരണം ഇതേ ശിഷ്യന്മാർ തന്നെ, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് യേശുവിനോട് അട്ടഹസിച്ചും ആർത്തിരമ്പിയും വന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങളൊന്നും കീഴടങ്ങുന്നതിലല്ലടാ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പിൻ. സന്തോഷം ഭൂതങ്ങൾ പുറത്തു പോകുന്നതിൽ മാത്രമാകരുത്. ഹല്ലേലൂയ. സന്തോഷം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതിൽ മാത്രമാകരുത്. ശ്രദ്ധിക്കണേ, സന്തോഷം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മൂഡാണ്, അതുകൊണ്ട് എനിക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റി എന്നതിലാകരുത്. സന്തോഷം എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിലായിരിക്കണം. കാരണം ഈ ഭൂതങ്ങളെ പുറത്താക്കിയ ശിഷ്യന്മാർക്ക് തന്നെയാണ് ചന്ദ്രരോഗം ബാധിച്ച കൊച്ചനെ സൗഖ്യമാക്കാൻ കഴിയാഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ മിനിസ്ട്രി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർത്താവ് കൈവച്ചിട്ട് സൗഖ്യമാകാത്ത ആരുമില്ല. കർത്താവ് കൈ വെക്കാത്തോണ്ട് സൗഖ്യമായി കാണത്തില്ല, പക്ഷെ കർത്താവ് കൈവച്ചാൽ സൗഖ്യമാകാത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്രാർത്ഥനയിൽ, കർത്താവ് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ മറുപടി ലഭിക്കാത്ത വിഷയങ്ങളും ഇല്ല. വ്യത്യാസം ഇതാണ്. യേശു വഹിച്ചിരുന്നത് നാളിതുവരെ ആയിട്ടും ശിഷ്യന്മാരുടെ മേൽ പകർന്നു കൊടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ആ ഒരു സ്പിരിച്വൽ ഹെൽത്ത് ശിഷ്യന്മാർക്ക് വന്നു എന്ന് യേശുവിന് തോന്നിയില്ല. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. പക്ഷേ ഇന്നും ചിലതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അത് റിലീസ് ചെയ്യാത്തതിൻ്റെ കാരണം നീ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് കർത്താവിനൊന്ന് ചിന്തിക്കാനുണ്ട്. നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ദൈവം നിങ്ങളെ ഒരു ഗിഫ്റ്റ് ഏൽപ്പിച്ചാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ദൈവം നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് ഏൽപ്പിച്ചാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാൻ കഴിഞ്ഞ
കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രോഗ്രാം, ഒരു TV പ്രോഗ്രാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ കണ്ടു കാണും. 100 രൂപ കൊണ്ട് ഒരു ദിവസം മുഴുവൻ ജീവിക്കണം. 100 രൂപ കൊണ്ട് ഒരു ദിവസം മുഴുവൻ ജീവിക്കണം. 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് പലരും. കാരണം എല്ലാ ചിലവും നടത്തി കാര്യം നടക്കത്തില്ല. 100 രൂപ കൊണ്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ നടത്തണം. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന ചായ കുടി മുതൽ വൈകുന്നേരത്തെ അത്താഴം വരെ കഴിക്കണം. 100 രൂപ അന്നത്തെ സകല കാര്യങ്ങളും കഴിക്കണം. ആ വ്യക്തി വളരെ എഫിഷ്യൻ്റായിട്ട് ആ 100 രൂപ ചെലവാക്കിയെന്ന് മാത്രമല്ല, അതിൽ 2 രൂപ മിച്ചവും പിടിച്ചു. ആ പ്രോഗ്രാം ഞാൻ മുഴുവനായിരുന്നു കണ്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. TV ലൗകികമാണെന്ന് പറയുന്നവരെ, നീ ലൗകികമായത് കാണുമ്പോഴാണ് TV ലൗകികം. നിനക്ക് വേണ്ടുന്നത് അതിനകത്തുനിന്ന് എടുക്കാനുണ്ടെങ്കിൽ അത് കാണണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നാളെ TV-യുടെ മുമ്പിൽ കയറിയിരിക്കാം. ഇന്ന് എന്തോ ഉണ്ട്, കർത്താവ് TV കൂടെ എനിക്ക് എന്തോ തരും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് എടുക്കാനുണ്ടെങ്കിൽ, നല്ലത് മാത്രം എടുക്കാനുണ്ടെങ്കിൽ അതെടുക്കണം. ഒരു രാജാവിന് കർത്താവ് വാട്സാപ്പിലല്ല മെസ്സേജ് എഴുതി കൊടുത്തത്. രാജാവിന് കർത്താവ് ചുമരിൽ എഴുതി കൊടുത്തു. അരാമിക് ലാംഗ്വേജിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ചുമരിൽ എഴുതി കൊടുത്തത് ദാനിയേൽ അതിനെ വിവരിച്ച് പറഞ്ഞപ്പോൾ, അധിക സമയം നീ ഇനി രാജസ്ഥാനത്ത് ഇരിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. കാര്യം വേറൊന്നുമില്ല, അഹങ്കാരം കയറിയിട്ട. യേശുവിൻ്റെ നാമത്തിൽ കൃപ വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴ്മയുണ്ടാവണം. കഴിഞ്ഞ ദിവസം ഞാനൊരു വാക്ക് ഇങ്ങനെ കേട്ടു. ഈ ഫലം കൂടുന്നതിനനുസരിച്ച്, ദൈവം വളർത്തുന്നതിനനുസരിച്ച് തലക്കനം കൂടുന്നവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ നിങ്ങളൊരു വൃക്ഷത്തെ ശ്രദ്ധിച്ചേ. നിങ്ങളൊരു വൃക്ഷത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാം. നിങ്ങൾ വൃക്ഷത്തെ ശ്രദ്ധിച്ചാൽ അതാദ്യം ഇങ്ങനെ പടർന്ന് പന്തലിക്കും. അതിൽ മാങ്ങ എടുക്കാം, മാവെടുക്കാം. അതിൽ മാങ്ങ കായ്ച്ചു കഴിയുമ്പോൾ മാങ്ങ കായ്ക്കുന്ന ആ ചില്ലകളെല്ലാം എന്തോ ചെയ്യും? താഴേക്ക് നിൽക്കും. ഇനി എന്നിൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞ് ഈ ചില്ല എല്ലാം കൂടെ കയറി പൊങ്ങി നിന്ന് എന്തോ ചെയ്യും? നിങ്ങളെങ്ങനെ മാങ്ങ പറിക്കും? ആ ചില്ല അത് താഴ്ത്തി തരുന്നത് കൊണ്ട് ആ ഫലം നമുക്ക് പറിക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? അല്ലേ? എനിക്ക് മാങ്ങ കായ്ച്ചെന്ന് പറഞ്ഞ് മാങ്ങ എല്ലാം കൂടെ കയറി പൊങ്ങി നിന്ന് എന്തോ ചെയ്യും? ഇതുപോലെയാണ് ഫലം ദൈവം പകരുമ്പോൾ നീ നന്നായിട്ട് യൂസ് ചെയ്യുന്ന തമ്പുരാന് തോന്നണം. തെരഞ്ഞെടുപ്പിനകത്ത് വരുന്നൊരു കാര്യമാട്ടോ. ഫലം പുറപ്പെടുവിക്കാനാണ് ദൈവം തെരഞ്ഞെടുപ്പിടുന്നത്. ഫലം വർദ്ധിക്കുന്നതിനനുസരിച്ച്, കൃപ വർദ്ധിക്കുന്നതിനനുസരിച്ച് കുനിയണം. ആത്മീയ ജീവിതത്തിൽ കുനിയണമെന്നല്ല, താഴ്മ ധരിക്കണം. ഞാൻ ചില വ്യക്തികൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലാസ്റ്റ് ആ വാക്യോടെ വായിച്ച് ഞാൻ നിർത്തുക. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഷബ്രാഠാലാബായ. ഏഴ് മുതൽ വായിക്കുക കേട്ടോ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക്, പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് മറുപടി കിട്ടുന്നില്ലെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ തമ്പുരാൻ അതിനാവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: വസിക്കണം. ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം എന്നിലും ഞാൻ ക്രിസ്തുവിലും വസിക്കണം. ഒരു സ്റ്റേബിളായിട്ടുള്ള, വേരി ചെയ്യാത്ത, ഏറ്റക്കുറച്ചിലുകൾ വരാത്ത, ഒരു നിലനിൽപ്പുള്ള, ഒരു ഉറപ്പുള്ള ഒരു ജീവിതത്തെ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും വായിച്ചത് ഉറച്ചു നിന്നിട്ട് എന്ന് തന്നെയാണ്. ഉറച്ചു നിന്നിട്ട് നമ്മൾ വായിച്ച 2 തെസ്സലോനിക്ക 2:13 നമ്മൾ വായിച്ചത് ഉറച്ചു നിന്നിട്ട് എന്നാണ്. ആ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിൽക്കുന്ന മണ്ണ് ഫലം പുറപ്പെടുവിക്കാൻ പര്യാപ്തമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. വസിച്ചിട്ടല്ലാതെ ഫലം കായ്പിക്കാൻ കഴിയത്തില്ലെന്ന് യേശുവും ഇതിൻ്റെ മുകളിലേക്ക് വായിക്കുമ്പോൾ പറയുന്നുണ്ട്. എന്നിൽ വസിച്ചിട്ടല്ലാതെ
നിങ്ങൾക്ക് സ്വയമായി കായ്പാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാത്ത ഒരുത്തനെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. ഉറച്ചു നിൽക്കാത്ത ഒരുവനെ കർത്താവിന് കൈകളിലെടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉറപ്പില്ലാത്ത ഒരു മനുഷ്യൻ വസിക്കുന്ന ഭവനത്തിനകത്ത് ദൈവം ഇറങ്ങത്തില്ല. ഉറപ്പില്ലാത്ത ഒരു മനുഷ്യന്റെ മേൽ ദൈവം കൃപ പകരത്തില്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. ആ വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ ഫലം കായ്ച്ചൊരു മുന്തിരിവള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ഈ മുന്തിരിവള്ളി ഫലം കായ്ക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. വളരെ വർഷം കൊണ്ട് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയെ കൊണ്ട് കൈവെപ്പിച്ചാൽ ഈ മുന്തിരിവള്ളി ഫലം കായ്ക്കുമെന്നും പറയുന്നില്ല. പിന്നെന്താണ്? ക്രിസ്തു യേശുവിൽ അചഞ്ചലമായി നിൽക്കുന്ന, അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാലം തികയുമ്പോൾ മുള പൊട്ടി പുറപ്പെട്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ കൊമ്പിന്റെ കൂടെ ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്ന് വള്ളി പറഞ്ഞാൽ അതിന് മടുത്തെങ്കിൽ ഇറങ്ങിപ്പോകാം എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷേ 1 മാസം, 2 മാസം, 3 മാസം കഴിയുമ്പോൾ അതിനകത്തങ്ങോട്ട് പൂവിടാൻ തുടങ്ങും. പിന്നെ അതിനകത്തൂടെ മുന്തിരിങ്ങ പുറത്ത് വരാൻ തുടങ്ങും. പിന്നെ അത് അനേക ഡിമാൻഡുള്ളൊരു വ്യക്തിയായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആരോടോ പറയുകയാണ്, നിങ്ങൾ 1 മാസം, 2 മാസം, 3 മാസം ഒക്കെ ദൈവത്തോടു കൂടെ പറ്റിച്ചേർന്നിരുന്നിട്ട് ഫലം കായ്ക്കുന്ന സമയം വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോകാതെ തമ്പുരാൻ ആരോടൊക്കെയോ പറയുന്നു, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കാന്നുണ്ടെങ്കിൽ നിന്നെ ഫലം പുറപ്പെടുവിക്കുന്ന വർഷം ഇത് തന്നെ ആയിരിക്കും. നീ ഫലം പുറപ്പെടുവിക്കുന്ന വർഷം ഇത് തന്നെ ആയിരിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണമെന്ന് ആരുടെയാണ് ആവശ്യം? ദൈവത്തിന്റെ ആവശ്യമാണ്. നമ്മൾ വായിച്ച വചനത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് പോകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിലേക്ക് നമുക്ക് ഒന്നുകൂടെ പോകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ആ 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന്, ശ്രദ്ധിക്കണേ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ഇന്ന് ദൈവം ആരോടൊക്കെയോ പറയുക, ഉറപ്പുള്ള വ്യക്തിയുടെ മേലാണ് ദൈവം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഉറപ്പുള്ള വ്യക്തിയുടെ മേലാണ് ദൈവം മഹത്വത്തെ പൊഴിക്കുന്നത്. ഉറപ്പുള്ള വ്യക്തിയെയാണ് സ്വർഗം കൈകളിൽ എടുക്കുന്നത്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ദൈവം നിങ്ങളെ വിളിച്ചത് രക്ഷയ്ക്കായിട്ടാണ്. 2, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് നിരവധി ബലഹീനതകളുടെ നടുവിൽ നിന്നാണ്. 3-ാമത്തെ കാര്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:15 വായിച്ചാൽ നിങ്ങളെ ലോക സ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:4 വായിച്ചാൽ നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് തിരഞ്ഞെടുത്തതാണ്. നമ്മൾ അവസാനം വായിച്ച യോഹന്നാന്റെ സുവിശേഷം 15:8 വായിച്ചാൽ ഫലം കായ്ക്കേണ്ടതിന് തിരഞ്ഞെടുത്തതാണ്. ദൈവം നമ്മെ ഫലം പുറപ്പെടുവിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിൽ വസിക്കുമ്പോഴും മഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോഴുമാണ്. ദൈവത്തിന്റെ മഹത്വം ദൈവം ഒരു വ്യക്തിയുടെ മേൽ
പകർന്നാൽ അവൻ അതിനെ ടേക്ക് കെയർ ചെയ്യും എന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോഴാണ്. ദൈവത്തിന് ബോധ്യമാകുന്നത് ഞാൻ അതിന് തക്കവണ്ണം അവനിൽ വസിക്കുമ്പോഴാണ്. ദൈവത്തിൽ വസിക്കുന്ന ഒരുവൻ ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ഈ ലോകവും ലോകത്തിലുള്ളവരും നീ ഫലം പുറപ്പെടുവിക്കത്തില്ല എന്ന് 1000 വട്ടം എഴുതി പറഞ്ഞാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, നീ ദൈവത്തിൽ വസിക്കുന്നത് കൊണ്ട് നീ ഫലം പുറപ്പെടുവിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ പ്രവചനമാണ്. ഇന്ന് ഫലം പുറപ്പെടുവിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് മാത്രം നിങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞാൽ സ്വർഗം അതിൻ്റെ മേലൊരു സ്വർഗീയ ശക്തിയെ പകർന്ന് നിന്നെ ബ്ലോക്ക് ചെയ്യുന്ന സകലത്തിൽ നിന്നും ദൈവം നിന്നെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ, ഈ പ്രവചന ശബ്ദം സ്വീകരിക്കുക. നിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സകലത്തിൽ നിന്നും, നിന്നെ ഫലം പുറപ്പെടുവിക്കാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സകലത്തിനകത്തു നിന്നും സ്വർഗം നിന്നെ റിലീസ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണിത്. കമോൺ, ഷേബ്രാ ടെലോ ഓസി മഹസി ലേബ്രൈസ് ഖൗഡാമ ഷൗഡബൽ ഖേനാറു ഹോളി ഗോസ്റ്റ് എഗോവ സിഖേമാനിയ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതം സഫലമാകാൻ പോവാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതം സഫലമാകാൻ പോവാണ്. വിശ്വസിച്ചേ. ആമേൻ. കണ്ണുകൾ അടച്ച് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് നിന്നെ റിലീസ് ചെയ്യുന്ന, നിന്നെ ബ്ലോക്കായി നിൽക്കുന്നിടത്ത് നിന്ന് റിലീസ് ചെയ്യുന്ന, ബ്ലോക്കായെടുത്തുനിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ദൈവശക്തി, ആ മഹത്വം നിന്റെ മേൽ പകരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ മഹത്വം നിന്റെ മേൽ പ്രദർശിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓ ജീസസ് നെയിം, ആ മഹത്വം നിന്റെ മേൽ, ആ മഹത്വം നിങ്ങളുടെ മേൽ, ആ മഹത്വം നിങ്ങളുടെ മേൽ പ്രദർശിക്കണമെന്ന്. ആ മഹത്വം പ്രദർശിപ്പിച്ചാലുള്ള മറ്റൊരു പ്രത്യേകത, ആമേൻ, ഫലം കായ്ക്കാൻ തടസ്സമായി നിൽക്കുന്നതിനെ മഹത്വം കട്ടി അതിനെ ഏൽപ്പിച്ചു കൊടുത്തോ. ദൈവം നിന്റെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനെ ബ്രേക്ക് ചെയ്യും. ഫലം കായ്ക്കാൻ തടസ്സമായി നിൽക്കുന്നതിനെ ബ്രേക്ക് ചെയ്യും. നീ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവിന്റെ മിഷണറി ആയി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? നിന്നെ കെട്ടിക്കളയുന്ന പോലെ ആകുന്നുണ്ടോ? ഒതുക്കിക്കളയുന്നുണ്ടോ? നാളെ മുതലെങ്കിലും ഒരു വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാവണം, പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിച്ചാലും ആ സമയമാകുമ്പോൾ നിന്നെ ബ്ലോക്ക് ചെയ്യുന്ന വല്ല സംഭവങ്ങളുണ്ടോ? മഹത്വം നിന്റെ മേൽ വെളിപ്പെടാത്തോണ്ട്. എന്നാൽ ഇന്ന് നിന്നെ സമർപ്പിച്ചു കൊടുത്താൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവ് എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. ചെയ്യാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. ഏൽപ്പിച്ചേ. എൻ്റെ മേൽ ആ സാന്നിധ്യം ഒന്ന് പകരണം, എന്നെ ഒന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞേ കർത്താവിനോട്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് വെറുതെ അല്ലല്ലോ, ഒരു പർപ്പസിനാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പർപ്പസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക, ആ പർപ്പസ് നടക്കാൻ പോവുക. ഇന്ന് പലരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ രട്ടുകൾ അഴിഞ്ഞു മാറുന്ന ഒരു മീറ്റിംഗ് ആണിത്. നിങ്ങളുടെ രട്ടുകൾ അഴിഞ്ഞു മാറും, ബന്ധനങ്ങൾ തകർന്നു പോകും, ശത്രുവിന്റെ അഗ്നി അസ്ത്രങ്ങളെ ദൈവം തകർക്കും. യേശുക്രിസ്തു ക്രൂശിൽ യാഗമായത് സാത്താന്റെ തലയെ തകർത്തുകൊണ്ടാണ്. വചനം പറയുന്നവൻ ക്രൂശിൽ ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. വിളിച്ചിരിക്കുന്ന വിളിയും അങ്ങനത്തെ വിളിയാണ്. ശത്രുവിനെ ജയിക്കാനുള്ളൊരു അഭിഷേകം പകർന്നുകൊണ്ട്, പിശാചിനെ തകർക്കാനുള്ളൊരു അഭിഷേകം പകർന്നുകൊണ്ട് ദൈവം വിളിച്ചേക്കുന്നു. ഇന്ന് ആ വിശ്വാസം, ആ വിളിയാ എൻ്റെ മേൽ കിടക്കുന്നെങ്കിൽ ദാസ്യത്വത്തിന്റെ വിളിയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ വിളിയാ എൻ്റെ മേൽ കിടക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരാധിക്കാം. പുതിയ ശക്തി ഇറങ്ങുക, പുതിയ ശക്തി. ഇന്ന് ഗദരദേശത്തിന്റെ ചരിത്രം മാറുകയാണ്. ചില ഗദര ഭൂമിയെ ദൈവം ചവിട്ടാൻ പോവുക.
ഗദര ഭൂമിയിലേക്ക് ദൈവത്തിന്റെ കാല് വെക്കുകയാണ്. ഭൂതം പിടിച്ച നിന്റെ ദേശത്തെ, ഭൂതം പിടിച്ച നിന്റെ ഭവനത്തെ ദൈവത്തിന്റെ പാദം തൊടുന്ന സമയം. Yes, the deliverance is happening now. സാത്താൻ വിട്ടൊഴിയാത്ത നിങ്ങളുടെ വീട്ടിലേക്ക്, ശത്രു വിട്ടു തരത്തില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് സ്വർഗം പുതിയൊരു മഹത്വം പകർന്ന് നീ ദൈവത്തിൻ്റെത് മാത്രമാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ടൈമാണ്. നീ ദൈവത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്ന ഒരു സമയം, നീ ദൈവത്തിൻ്റെതാണെന്ന് കർത്താവ് പറയുന്ന സമയം, നിന്റെ ഭവനം ദൈവത്തിൻ്റെതാണെന്ന് ദൈവം തെളിയിക്കുന്ന സമയം. സ്വർഗം ഡെലിവറൻസ് അയക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ലൈഫിലേക്ക് സുവിശേഷ ഘോഷണം തെസ്സലോനിക്യരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് അപ്രൂവ് ചെയ്ത് അയച്ചത് സുവിശേഷം കേട്ട് ഇന്നൊന്ന് കിടന്നുറങ്ങാനുള്ള സമാധാനം ലഭിക്കണമേ എന്നുള്ള ചിന്തയിലല്ല. പിന്നെയോ ദൈവത്തിന്റെ മഹത്വം സുവിശേഷം കേൾക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പകർന്നു കിട്ടണമെന്നുള്ള സ്വർഗീയ പദ്ധതിയോടുകൂടെയാണ്. കേവലം കടം മാറുക, രോഗം സൗഖ്യമാകുക എന്ന ഉദ്ദേശത്തിലല്ല. അതിനും അപ്പുറമായി ദൈവത്തിന്റെ മഹത്വം താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെന്ന്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടണമെന്ന്, ദൈവത്തിന്റെ ഗ്ലോറി നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ഒരു ബൃഹത്തായ സ്വർഗീയ പദ്ധതി ഉള്ളതുകൊണ്ടാണ് താങ്കൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ കയറിയതും താങ്കൾ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നതും. തലമുറകളിലൂടെ ആ മഹത്വത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ഈ ലോകത്തിനോ മനുഷ്യനോ സാത്താനോ സാധ്യമല്ല. ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളിലൂടെ ആ മഹത്വത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ആ പ്രശ്നങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ സാധ്യമല്ല. മഹത്വം എന്റെ ജീവിതത്തിൽ വരാനുള്ളതാണെന്ന് തിരിച്ചറിയാത്തവന്റെ ജീവിതത്തിൽ പിശാചിനത് മറയ്ക്കാൻ കഴിഞ്ഞാലും സുവിശേഷവും ദൈവത്തിന്റെ വചനവും കേൾപ്പിക്കുന്നത് നീ ദൈവത്തിന്റെ മഹത്വത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയുന്ന ഒരുവൻ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് സ്വർഗം അപ്രകൃത്യാതീതമായ ശക്തിയോടുകൂടെ ആ ഗ്ലോറി നിന്നിലേക്ക് പകരുകയാണ്. വിശ്വസിക്കുന്നവർ in the mighty name of Jesus Christ, mighty name of Jesus Christ, mighty name of Jesus Christ. Shabratalaba. മഹത്വം ഇറങ്ങുമ്പോൾ നടക്കുന്ന ഡെലിവറൻസുകൾ നടക്കട്ടെ. മഹത്വം ഇറങ്ങുമ്പോൾ നടക്കുന്ന വിടുതലുകൾ നടക്കട്ടെ. മഹത്വം ഇറങ്ങുമ്പോൾ നടക്കുന്ന ഡെലിവറൻസുകൾ നടക്കട്ടെ. മഹത്വം ഇറങ്ങുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ നടക്കട്ടെ. മഹത്വം ഇറങ്ങുമ്പോൾ നടക്കുന്ന ഹീലിംഗ്സ് ആരംഭിക്കട്ടെ. ഹീലിംഗ്സ്, ഹീലിംഗ്സ്, ഹീലിംഗ്സ് right now, right now, healings. പത്രോസിന്റെ മേൽ ദൈവം പകർന്ന മഹത്വം തട്ടി രോഗികൾ സൗഖ്യമായി എങ്കിൽ പത്രോസിന്റെ നിഴലിന് വില കൊടുത്തത് ദൈവത്തിന്റെ ഗ്ലോറിയാണ്. നിഴലിന്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം അതിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ, ദൈവം തിരഞ്ഞെടുത്ത കുടുംബത്തിന്റെ മേൽ സംഭവിക്കട്ടെ. The mighty name of Jesus, mighty name of Jesus,
Mighty name of Jesus. ആ ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. Touch, touch, touch in the name of God. Yes, I can see somebody is receiving the power of God. I can see the deliverance is happening there. Power, power, power. I release the power. I release the power. I release the power. I release the power. Shakatayalaba. നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. അത്ഭുതം, സൗഖ്യങ്ങൾ, വിടുതലുകൾ, സ്വാതന്ത്ര്യം. Mighty name of Jesus. Mighty name of Jesus. Mighty name of Jesus. Oh. Salbratayal goro siantere. Rigamana shamdane riarthunaraba. Rigal charala ma shaudal kamana bala bala bala. Ribal shamde rigarthuna rigal kamana shamdane. Oh, Jesus' name. Sial brane gausian therial khana baushasi. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഈ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുമ്പോൾ നാഥാ, അത്യത്ഭുതമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ജനത്തെ ഈ സമയം വരെയും പിതാവ് നിറച്ചു. അങ്ങയുടെ സാന്നിധ്യം ഇവരുടെ മേൽ കർത്താവ് പകർന്നു. ഇവരെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് വെളിപ്പെടുത്തിയ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. തന്ന വലിയ ദൈവകൃപയ്ക്ക് നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് സ്തോത്രം. തന്ന ദൈവവചനത്തിന് വെളിപ്പാടുകൾക്കുമായി ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. ഞാനിവരെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഞാനിവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അതിശയവും അത്ഭുതവുമായി മാറട്ടെ. ഇവരുടെ മേൽ ദൈവിക സാന്നിധ്യം വർദ്ധിക്കട്ടെ. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാ ദൈവമക്കളും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഉണ്ട്. ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് തരുന്ന ആലോചനകൾ, ദൂതുകൾ, വിടുതലുകളെല്ലാം നിങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ ഈ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പിൽ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മീറ്റിംഗ് ദിവസമുണ്ട്. എല്ലാ ദിവസവും 2 നേരം, രാവിലെ 6:30 വൈകുന്നേരം 6:30 നടത്തപ്പെടുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം വലിയൊരു ദർശനത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഇതുവരെയും നിർത്തിയത്. മേലാലും അങ്ങനെ തന്നെയാണ്. കാരണം ശുശ്രൂഷ ഒറ്റയ്ക്കല്ല, ശുശ്രൂഷ ഒരുമിച്ച്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളെ ചോദിക്കുന്നു. നമുക്കടുത്ത ദിവസം കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.